ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഓൺ ഓഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് നമ്മളാണ് റെഡിയായി രാവിലെ എന്നൊക്കെയാണ് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നിട്ട് ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കുറേ അങ്ങോട്ട് ഇനി പോകണം. അപ്പം ഭയങ്കര ദൂരമൊന്നുമില്ല ഗൈസ്, ഇവിടെ നിന്നാലും കുറച്ച് ദൂരമുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. സ്ഥലത്തെല്ലാവർക്കും അറിയാം ഗൈസ്, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പം നമ്മൾ നേരെ ഇവിടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതാണ് ഇങ്ങനെ കുറേ വർക്കേഴ്സൊക്കെ നിൽക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം ഗൈസ്. തോനെ ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 10-15 കിലോമീറ്റർ വരും. അപ്പം നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോകണം. തോനെ വീഡിയോ ലാഗാക്കുന്നില്ല ഗൈസ്, ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ കട്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകണം ഗൈസ്. എന്താ വണ്ടി ഓക്കെ ഗൈസ്, വണ്ടിയാണെങ്കിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ആ വണ്ടി അവിടെ ഇത്തിരി പാടാണ് ഗൈസ്. കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവാം. കയറ്റടയ്ക്കണം ഗൈസ്. ഇനി കുഴപ്പമില്ല, നമുക്ക് പോവാം ഗൈസ്. തോന്നെ വീട് ലാഗാക്കുന്നില്ല. നമുക്ക് ഇനി അവിടെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടൊക്കെ കാര്യങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ ബൈ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തോന്നെ ദൂരം കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. ഉടനെ വഴി അറിഞ്ഞൂടെ നിൽക്കുമായിരുന്നു. സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. പണിപാളി സൈറനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, നമുക്ക് പെട്ടെന്ന് സ്ഥലം വിട്ട് കളയാം. ഇവിടെ നിന്ന് ഇന്ന സീനാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോവാം അങ്ങോട്ട്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഗൈസ് പോണത്. ഈ മലയുടെയൊക്കെ ഏറ്റവും ടോപ്പിലായിട്ട് പോകണം. അവിടെയാണ് നല്ല സാധനങ്ങളൊക്കെ ഉള്ളത് കാണാൻ. വഴി തെറ്റിപ്പോയോ ഗൈസ്, അറിയത്തില്ല. ഈ വഴിയല്ല, അപ്പുറത്തെ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ പണിപാളി അപ്പുറത്തെ വഴിയായിരുന്നു ഗൈസ്. നമ്മൾ നേരെ കയറി വന്നു. കുഴപ്പമൊന്നുമില്ല ഗൈസ് ഇവിടെ. നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. കുറേ ഓഫ് റോഡൊക്കെ ഉണ്ട് ഗൈസ്, അങ്ങോട്ട് പോകാൻ തന്നെ. ഭയങ്കര ദൂരമൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് ഗൈസ്. ഡെയിലി വീഡിയോ ഇടാൻ പറ്റത്തില്ല ഇനി തൊട്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് കഴിഞ്ഞില്ലായിരുന്നു. ഇല്ല, നമ്മൾ കഴിഞ്ഞില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗൈസ് വന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്നാണ്ടായിരുന്നു റൈറ്റ്. അല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ടാണ് റൈറ്റ്. ഒരു കുളമൊക്കെ ഉണ്ടല്ലേ, ഇറങ്ങണ്ട, നമുക്ക് പോവാം. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം ഗൈസ് മണ്ടയിലോട്ട്. ഓക്കെ ഗൈസ്, മണ്ടയിലോട്ട് അങ്ങനെ എത്തി. ഇവിടെ നല്ല ഓഫ് റോഡ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് വണ്ടി കുതിച്ച് നല്ല രീതിക്ക് കുതിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ CPM-ൽ ഒരു വീഡിയോയും വീഡിയോ ഗൈസ്, വീടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒരു ചിലപ്പോൾ അടുത്ത ശനിയൊക്കെ ആവും ഗൈസ്, പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്കൂൾ ഓപ്പണിങ്ങും കൂടെ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളാണെങ്കിൽ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. എന്താണ് ഇവിടെ മല, അപ്പുറത്തെ വഴി ക്രോസ് നൈസിന് പോകാം ഗൈസ്. ഇവിടെ ഒരു കൊത്തുമലയാണ് ഗൈസ്. നൈസിന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ്. ഇവിടെ തോന്നെ ദൂരമൊന്നുമില്ല, അത്യാവശ്യം ദൂരമുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത്, ചാനൽ ബെല്ലൈക്കണം കൂടെ അമർത്തുക. നമുക്ക് തോന്നെ സബ്സ്ക്രൈബേഴ്സ് ആവണം, എന്നാലേ നമ്മൾ ഗീവ് അവേ ഒക്കെ കൊടുക്കത്തുള്ളൂ. ഗീവ് അവേയുടെ വീഡിയോ ഇട്ടപ്പോൾ ഗീവ് അവേയുടെ കാര്യം പറയണ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് 76 വ്യൂസ് കിട്ടിയായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ നോർമൽ വീഡിയോസൊന്നും ഇടുമ്പോൾ അത്രയും വ്യൂസ് കിട്ടാറില്ല. നിങ്ങളൊക്കെ ഒന്ന്
ലൈക്ക് കേട്ടോ. നമുക്ക് നൈസിന് പതുക്കെ പോവാം. തോനെ ദൂരമൊന്നുമില്ല ഗൈസ്, അത്യാവശ്യം ദൂരമുണ്ട്. നല്ല സസ്പെൻഷനൊക്കെ ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഫോർച്യൂണറിലായതുകൊണ്ട് വലിയ ദൂരമൊന്നുമില്ല. ഇനി ഇതാണ്ട് നമ്മൾ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് വഴി തെറ്റിയോ എന്നൊരു സംശയം ഗൈസ്. അറിയത്തില്ലല്ലോ, വഴി തെറ്റിയോ എനിക്ക് അറിയാൻ വയ്യ ഗൈസ്. വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടി വന്നോ? മിക്കവാറും കട്ട് ചെയ്യേണ്ടി വരും ഗൈസ്. ഇവിടെ വഴിയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ നോക്കട്ടെ ഗൈസ്, എന്നിട്ട് വരാമേ. ഈ വഴി തന്നെയായിരുന്നു, ഞാൻ അറിയത്തില്ല. മാപ്പിൽ കാണിച്ച് അങ്ങോട്ടാണ്, അപ്പം നമ്മളിങ്ങോട്ടാണ് വരാനുള്ളത് ഗൈസ്. നല്ല ദൂരമൊന്നുമില്ല ഗൈസ്. ഓക്കെ, അവിടെ എത്തിയോ കാണാൻ വയ്യ, നല്ല മഞ്ഞുള്ളതുകൊണ്ട്. എത്തി ഗൈസ്, എത്തി. ഇവിടെ വരാനാണ് ഗൈസ് ഇത്രയും ദൂരം നമ്മൾ വന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് വേണം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ അടുത്ത ശനിയോ ചിലപ്പോൾ മറ്റന്നാളോ എൻ്റെ വീടിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ ഫോർച്യൂണറിൽ അത്രയും ചൊളിയായി ഗൈസ്. ഇനി അത് കഴുകണം, ഇത് സർവീസ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ വേറെ പരിപാടി അറിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഗീവ് അവേ തുടങ്ങി വരുന്നതായിരിക്കും. ഒരു 50 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആയ ഒരു ഗീവ് അവേ നടത്തണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. ഫുള്ള് ചെറിയ ഗൈസ്. നമ്മുടെ അടുത്ത ഗീവ് അവേ എന്ന് പറയണത് ഏത് കാറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഗൈസ്. സ്കൂൾ ഓപ്പണിംഗ് ആയില്ലേ? അപ്പോൾ ശരി, കുറേ ദിവസമായി സ്കൂൾ